ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമായ അരാം, അതായത് സിറിയ, അത് ഏറ്റവും വലിയ അവിടുത്തെ പട്ടാള മേധാവിയായിരുന്നു നയമാൻ. അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് വലിയ ജയം നൽകിയിരുന്നത് കൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. എന്നവൻ പരാക്രമശാലിയായിരുന്നു കേട്ടോ. എങ്കിലും അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിരുന്നു. അത് വളരെ സങ്കടം ഉണർത്തുന്നൊരു കാര്യമാണ്. എന്നാൽ രാജകീയ അവസ്ഥയിൽ അവന് ചികിത്സയ്ക്ക് ലഭിച്ചിരുന്നേക്കാം. എന്നാൽ ഒരു വ്യത്യാസവും കണ്ടില്ല. എന്നാൽ ഈ അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി വന്നിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ ഒരു ദിവസം തൻ്റെ യജമാനത്തോട് പറയുകയാണേ, യജമാനൻ എത്ര നാളായി ഇങ്ങനെ രോഗാവസ്ഥയിൽ കഴിയുന്നു. എന്നാൽ യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അദ്ദേഹം യജമാനൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് അവൾ പറഞ്ഞു. ഒരു പക്ഷേ പ്രവാചകനിലൂടെ ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളൊക്കെ ഈ ബാലിക യജമാനത്തിയോട് പറഞ്ഞു കാണും. നമുക്കറിയാം, ഇസ്രായേൽ പെൺകുഞ്ഞുങ്ങൾ നല്ല തിറമുള്ളവരാണ് അല്ലേ. ഇവിടെ അടിമയായിട്ട് അവളെ പിടിച്ചു കൊണ്ടുവന്നതാണ്. എന്നാൽ അവൾക്ക് ഭയങ്കര സങ്കടത്തിൽ അവൾ മുങ്ങിത്താഴാതെ, യജമാനനെ മനസ്സിൽ പോലും അവൾ ദുഷിക്കാതെ അവിടെയുള്ള ശുശ്രൂഷകൾ ഒന്നൊന്നായി അവൾ ചെയ്യുകയും യജമാനൻ്റെ ക്ഷേമത്തെക്കുറിച്ച് അവൾ ആഗ്രഹിക്കുകയും എന്നിട്ട് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ എലീശയെക്കുറിച്ചും അവൾ അവിടെ പരിചയപ്പെടുത്തുന്നതായിട്ടാണ് നാം കാണുന്നത്. അവൾ തൻ്റെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കേട്ടോ. അവളുടെ സമയം തക്കത്തിൽ അവൾ ഉപയോഗിച്ചു. നമുക്ക് മോളുടെ പേര് ദൈവവചനത്തിൽ കാണുന്നില്ല. എന്നാൽ അവളുടെ സൽപ്രവൃത്തികളെ കുറിച്ചുള്ള കീർത്തിയാണ് നമ്മൾ അവിടെ കാണുന്നത്. പക്ഷെ അവളുടെ പേര് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ ആ പേരിൽ എപ്പെടാനായിട്ട് ആഗ്രഹിച്ചേനെ അല്ലേ. അതെ, അപ്പോൾ നല്ലൊരു ബാലിക, ആ ബാലിക ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം. നയമാൻ ചെന്ന് തൻ്റെ യജമാനായ അരാം രാജാവിനോട് ഇസ്രായേൽ ദേശക്കാരിയായ പെൺകുട്ടി ഇന്ന പ്രകാരം സംസാരിച്ചത് എന്ന് ബോധിപ്പിച്ചു. എന്നാൽ അപ്പോൾ അരാം രാജാവ് പറയാണേ, നീ പോയി വരിക എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ വാക്ക് അവരവിടെ ആക്ഷൻ എടുക്കുകയാണല്ലേ. പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശെക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ എഴുത്ത് കൊണ്ടുവന്നു. അതിൽ എന്താണ് എഴുതിയിരുന്നത്? ഈ എഴുത്ത് കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ നയമാൻ്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതാണ് ആ എഴുത്തിലുണ്ടായിരുന്നത്. ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി. അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുന്ന ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുക ഞാൻ ദൈവമോ? നോക്കുവേ, അവൻ ഇതിനായി എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവായ യെഹോരാം ഇപ്പോൾ വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. സിറിയയിലെ രാജാവിൻ്റെ എഴുത്തിനു മുമ്പിൽ വിറയ്ക്കുകയാണ് അദ്ദേഹം. രാജാവ് വസ്ത്രം കീറിയിരിക്കുകയാണ്. അക്കാലത്ത് വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു, രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ ഒരു യുദ്ധത്തിനുള്ള ഒരു കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി കളഞ്ഞ കാര്യം എലീശ കേട്ടു. വേഗം രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവനെ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കലേക്ക് വിടുക എന്ന് ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു.
വാക്യം 10 സുവിശേഷം 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. എൻ്റെ അമ്മ ചൊല്ലി തന്നതാണ് വിശ്വാസത്തിൻ വചസ്സുകൾ. എൻ്റെ പപ്പ ചൊല്ലി തന്നതാണ് ന്യായപ്രമാണ പ്രവൃത്തികൾ. എൻ്റെ അമ്മ ചൊല്ലി തന്നതാണ് വിശ്വാസത്തിൻ വചസ്സുകൾ. എൻ്റെ പപ്പ ചൊല്ലി തന്നതാണ് ന്യായപ്രമാണ പ്രവൃത്തികൾ. ഇസ്രായേലിൻ സത്യദൈവ പാതയിൽ നടന്നതാ, കൈവിടാതെ എന്നും കരുതി അനുഗ്രഹിച്ചിടും. ഇസ്രായേലിൻ സത്യദൈവ പാതയിൽ നടന്നതാ, കൈവിടാതെ എന്നും കരുതി അനുഗ്രഹിച്ചിടും. എൻ്റെ അമ്മ ചൊല്ലി തന്നതാണ് വിശ്വാസത്തിൻ വചസ്സുകൾ. എൻ്റെ പപ്പ ചൊല്ലി തന്നതാണ് ന്യായപ്രമാണ പ്രവൃത്തികൾ. ശത്രുമധ്യയിലും മെഷിനിക്കേകിടും, എത്രയേറെ ശോധനകൾ വന്നു നിരന്നാലും. ശത്രുമധ്യയിലും മെഷിനിക്കേകിടും, എത്രയേറെ ശോധനകൾ വന്നു നിരന്നാലും. സത്യസാക്ഷിയായി നിൽപ്പാൻ കൃപയേകിടും, അനേകർക്കു വെളിച്ചമായി ക്രിസ്തുവിൽ നടന്നിടും. സത്യസാക്ഷിയായി നിൽപ്പാൻ കൃപയേകിടും, അനേകർക്കു വെളിച്ചമായി ക്രിസ്തുവിൽ നടന്നിടും. എൻ്റെ അമ്മയോതി തന്നതാണ് വിശ്വാസത്തിൻ വചസ്സുകൾ. എൻ്റെ പപ്പ ചൊല്ലി തന്നതാണ് ന്യായപ്രമാണ പ്രവൃത്തികൾ. ഇസ്രായേലിൻ കർത്താവിൽ നീ ആശ്രയിച്ചാൽ നിൻ കുഷ്ഠമാർമാർമ കൺകൾ തുറന്നിടും. ഇസ്രായേലിൻ കർത്താവിൽ നീ ആശ്രയിച്ചാൽ നിൻ കുഷ്ഠമാർമാർമ കൺകൾ തുറന്നിടും. ഉല്ലാസത്തോടും ആരോഗ്യത്തോടും സ്വർഗത്തിലെ പോലെ ക്രിസ്തുവിൽ നടന്നിട. ഉല്ലാസത്തോടും ആരോഗ്യത്തോടും സ്വർഗത്തിലെ പോലെ ക്രിസ്തുവിൽ നടന്നിടാം. എൻ്റെ അമ്മയോതി തന്നതാണ് വിശ്വാസത്തിൻ വചസ്സുകൾ. എൻ്റെ പപ്പ ചൊല്ലി തന്നതാണ് ന്യായപ്രമാണ പ്രവൃത്തികൾ. ഇസ്രായേലിൻ സത്യദൈവ പാതയിൽ നടന്നത്, കൈവിടാതെ എന്നും കരുതി അനുഗ്രഹിച്ചിടും. എൻ്റെ അമ്മയോതി തന്നതാണ് വിശ്വാസത്തിൻ വചസ്സുകൾ. എൻ്റെ പപ്പ ചൊല്ലി തന്നതാണ് ന്യായപ്രമാണ പ്രവൃത്തികൾ. God bless you.